പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനേ ഹൈപ്പ് ചെയ്യാനേ മറക്കല്ലേ. അങ്ങനെ വേദ ആകപ്പാടെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ജോബിയാണെങ്കിൽ ഒരു തരത്തിലും തന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വേദയ്ക്ക് മനസ്സിലാവുകയാണ്. മാത്രവുമല്ല, ജോബി തന്നെ ഭയപ്പെടുത്തുന്ന കാര്യം വിക്രത്തിനോട് പറയാനും പറ്റത്തില്ല. വിക്രത്തിന് ഇതങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ പഴയ സ്വഭാവം എടുക്കും. അതോടെ പ്രശ്നം വലിയ വഷളാവുമെന്നറിയാം. മാത്രവുമല്ല, ഇതിൻ്റെ ദേഷ്യത്തിന് ജോബി എങ്ങാനും ശ്രീകാന്തിനെ അറിയിക്കുകയോ ഇവിടെ ഉണ്ടെന്ന്, ഞങ്ങളിവിടെ ഉള്ള കാര്യം ശ്രീകാന്തിനെ അറിയിച്ചാൽ അതും വലിയ പ്രശ്നമാകുമെന്നുള്ള കാര്യം വേദയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആകപ്പാടെ ടെൻഷനിരിക്കുകയാണ് വേദ. വീട്ടിൽ വന്ന ജോബിയാണെങ്കിൽ അവിടെ ആരെയും കാണാതെ തിരിച്ചു പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വിക്രം പള്ളിയിലാണെങ്കിൽ ഓരോ ജോലിക്ക് വേണ്ടി അച്ഛൻ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇടയ്ക്ക് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ചെയ്ത പാപങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലേ, ഇതിൻ്റെ പരിഹാരം ഏറ്റവും നല്ലത് പശ്ചാത്താപമാണെന്ന് വിക്രത്തിൻ്റെ അടുത്ത് മൈക്കിളച്ചൻ പറയാണ്. അപ്പം വിക്രം ഒന്നും മിണ്ടുന്നില്ല. മൈക്കിളച്ചന് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് മാത്രം വിക്രത്തിനറിയാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനിയൻകുട്ടനെയും അച്ഛനാണെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുറേയൊക്കെ മാറ്റം അനിയൻകുട്ടനും ഉണ്ട്. അങ്ങനെ വിക്രം ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം വിക്രം ഒരു ദിവസം നേരത്തെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പം വേദയാണെങ്കിൽ ജോലിക്ക് പോയിട്ടില്ല. അപ്പം വിക്രത്തിന് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. വിക്രമാണെങ്കിൽ വേദയെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇപ്പം പഴയതുപോലെ തേയിലത്തോട്ടത്തിൽ അങ്ങനെ പോവാറില്ലല്ലോ, ജോലിക്ക് പോകുന്നില്ലല്ലോ. മേരി ചേച്ചി ഇന്നും വന്ന് നിന്നെ വിളിച്ചു, നീ ചെന്നില്ല എന്നാണ് പറഞ്ഞത്, കാരണം എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, അതെനിക്ക് സുഖമില്ലായിരുന്നു. അത് കള്ളം പറയല്ലേ എന്ന് വിക്രം ചോദിക്കുകയാണ്. അല്ല വിക്രം, എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞെന്ന് പറയുകയാണ്. ഇത് ഭയങ്കര ആഗ്രഹത്തോടെ പോയതാണല്ലോ മേരി ചേച്ചിയുടെ ഈ ജോലിക്ക്, ഇപ്പോൾ എന്താ നിനക്ക് പോകാൻ വയ്യാന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, അങ്ങനൊന്നുമില്ല, പിന്നെ കുറേ ദിവസം വെയിലൊക്കെ കൊണ്ടപ്പോഴത്തേക്ക് എനിക്ക് പനി വന്നല്ലോ, പിന്നെയും ക്ഷീണമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്, നാളെ മുതൽ ഞാൻ പോകുമെന്ന് പറയുകയാണ്. അപ്പം വിക്രം ഇങ്ങനെ സംശയത്തോടെ വേദയെ നോക്കുന്നതുകൊണ്ട്, എന്താ എന്നെ ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ് വേദ. ഒന്നുമില്ല, നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല വിക്രം, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകണം. അതിന് നമുക്ക് വേണ്ടുന്ന അനിയൻകുട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളെല്ലാം നമ്മളോട് തുറന്നു പറയണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. മൈക്കിളച്ഛൻ്റെ അടുത്ത് പോടുന്നിട്ട് നല്ല മാറ്റം ഉണ്ടെന്നും വേദ പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് ശരിയാ, അച്ഛൻ്റെ അടുത്ത് പോയി അന്ന് തൊട്ട് നമ്മുടെ അനിയൻകുട്ടന് നല്ല മാറ്റമുണ്ട്, അച്ഛനെന്തോ അത്ഭുത സിദ്ധിയൊക്കെ ഉണ്ട്. ഇന്നും എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞായിരുന്നു, ചെയ്ത പാവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓർത്ത് പശ്ചാത്തപിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അച്ഛന് ബോധ്യമുണ്ട്. അപ്പം വേദ പറയാണ്, അദ്ദേഹം ഒരു പുരോഹിതനല്ലേ, അദ്ദേഹത്തിന് അതിൻ്റേതായ കഴിവ് കാണും. എന്തായാലും എത്രയും പെട്ടെന്ന് അനിയൻകുട്ടൻ പഴയ പോലെ ആവണം, നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകണം, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോകണം എന്ന് വേദ പറയാണ്. അപ്പം വിക്രം പറയാണ്, ആദ്യം വന്നപ്പം പോലെ അല്ലല്ലോ നീ ഇപ്പം, നിനക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമെന്നാണല്ലോ. അപ്പം വേദ പറയാണ്, ഇങ്ങനെ ഒളിച്ചും എങ്ങനെയാണ്, എത്ര കാലമാണ് നമ്മളിങ്ങനെ കഴിയുന്നത്, ഓരോരുത്തരും പുതിയ പുതിയ ആൾക്കാരും നമ്മുടെ മുന്നിലേക്ക് വരും, അവർ ഓരോരുത്തരും നമ്മളെ ചിലപ്പം ചൂഷണം ചെയ്യും എന്ന് പറയാണ്. അപ്പം വിക്രത്തിനൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നീ ഉദ്ദേശിക്കുന്നത്? അല്ല വിക്രം, നമ്മളിങ്ങനെ അറിയാത്ത നാട്ടിൽ, പരിചയമില്ലാത്ത നാട്ടിൽ ഇങ്ങനെ വന്ന് എത്ര കാലം കഴിയാൻ പറ്റും, നമ്മൾ ആരാണെന്നും നമ്മുടെ എന്താണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്നും ആർക്കെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ അത് വെച്ച് നമ്മളെ ചൂഷണം ചെയ്യുമോ, അല്ലെങ്കിൽ അത് വെച്ച് നമ്മളെ ഒറ്റിക്കൊടുക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് സത്യം എത്രയും പെട്ടെന്ന് തെളിയണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് വേദ പറയാണ്. അപ്പം ശരിയെന്നും പറഞ്ഞ് വിക്രം പോകുന്നുണ്ട്. വിക്രം പോയെങ്കിലും വിക്രത്തിന് എന്തൊക്കെയോ സംശയമുണ്ട്. അങ്ങനെ വേദ വിചാരിക്കുകയാണ്, ഇനി ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, വിക്രത്തിന് എന്തെങ്കിലുമൊക്കെ സംശയം തോന്നും. ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ വിക്രം വിചാരിക്കും എന്താ പോവാത്തതെന്ന്, പിന്നെ അത് അന്വേഷിച്ച് പോവും, അത് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയാണ്. ഞാൻ നാളെയും പോയില്ലെങ്കിൽ ആ ജോബി തിരക്ക് ഇങ്ങോട്ട് വരും, അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്ന കാര്യം വിക്രം എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ വെച്ചേക്കത്തില്ല എന്ന് വേദ ഇങ്ങനെ വിചാരിക്കുകയാണ്. അതിനുശേഷം വേദ പുറത്ത് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ വിക്രത്തിൻ്റെ അടുത്ത് നിന്ന് വേദ ഇരിക്കുകയാണ്. എന്താ വിക്രം എന്താ ആലോചിക്കുന്നത്? അപ്പം വിക്രം പറയാണ്, ഒന്നുമില്ല, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടും നമുക്കൊരു സ്വസ്ഥതയില്ലല്ലോ, നമ്മുടെ പഴയ അച്ഛൻ്റെ അമ്മയടുത്ത് പോകാനുള്ള ആഗ്രഹം എനിക്കും തോന്നുന്നുണ്ട്. നമ്മളവിടെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് അന്യരെ പോലെ അടികൂടിയാണ് ജീവിച്ചത്. ഇപ്പോൾ സ്നേഹിച്ച് തുടങ്ങിയപ്പോഴോ നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നിയപ്പോഴോ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ. വേദ വിക്രത്തിൻ്റെ തോളിലേക്ക് ചാരിയിട്ട് പറയണേ, വിഷമിക്കേണ്ട വിക്രം, നമുക്ക് നല്ലൊരു ജീവിതവും നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും, ഈ പ്രശ്നങ്ങളൊക്കെ വലിയ താമസമില്ലാതെ വിക്രം എന്ന് പറയാണ്. അപ്പം വിക്രം പറയുന്നുണ്ട്,
പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ശ്രീനിസ് സാറുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കണം. ഇനി ആ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ ആട്ടി സ്വസ്ഥമായി ജീവിക്കണം, സന്തോഷത്തോടെ നമുക്കൊരു കുടുംബം വേണം എന്നൊക്കെ വിക്രം പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാനും ഒരുപാട് ആഗ്രഹിച്ചത് വിക്രത്തിൻ്റെ കൂടെ ഒരു ജീവിതം. അത് യാഥാർത്ഥ്യമാവും. ഇനി കുറച്ച് നാളുകളും കൂടെയല്ലേ ഉള്ളൂ ഈ ഒരു ജീവിതം. അത് കഴിയുമ്പോൾ നമ്മൾ പഴയതുപോലെ നമ്മുടെ കുടുംബത്തോടൊപ്പം തന്നെ നമുക്ക് താമസിക്കുക. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പം തന്നെ മേരി ചേച്ചി വരികയാണ്. മേരി ചേച്ചി വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, മോള് വരുന്നില്ലേ, ഇന്നും വരുന്നില്ലേ, മോൾക്ക് എന്താ അസുഖമൊക്കെ മാറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വേദ ഒരുങ്ങി വരികയാണ്. ഞാൻ ഇന്നുണ്ട് ചേച്ചി. അല്ല, ഇന്നലെയും ആ മാനേജർ ജോബി സാറ് തിരക്കിയായിരുന്നു, എന്താ ഇപ്പം വരാത്തതെന്ന് ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മോളെ ഇന്നും വിളിക്കാൻ വന്നത്. സ്ഥിരമായിട്ട് വരാതിരുന്നു കഴിഞ്ഞാൽ ജോലി പോകുമെന്ന് പറയാണ്. അപ്പോൾ വിക്രം ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഒക്കെ സുഖമില്ലായിരുന്നു ചേച്ചി, അതല്ലേ വരാഞ്ഞത്. അല്ല, ഞാൻ ആ സാറിനോട് പറഞ്ഞായിരുന്നു, സാർ ഇവിടെ വന്നായിരുന്നെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ ആരെയും കണ്ടില്ലെന്ന്. ഇവിടെ വന്നെന്നോ വിക്രം ചോദിക്കുകയാണ്. ആ, ഇവിടെ വന്നെന്ന്. ഇവിടെ വന്നിട്ട് ആരെയും കണ്ടില്ലെന്നാണ് പറഞ്ഞത്. വഴി പോയപ്പം കുറേ ദിവസം കൊണ്ട് മോള് വരുന്നില്ലല്ലോ, മോൾക്ക് സുഖമില്ലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു, അങ്ങനെ കയറിയതാണെന്ന് ജോബി സാറ് പറഞ്ഞത്. വിക്രം ഇങ്ങനെ സംശയത്തോടെ വേദയെ നോക്കുന്നുണ്ട്. വേദ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. അത് ഞാൻ ഉറങ്ങിയപ്പോഴെങ്ങാനായിരിക്കും വിക്രം വന്നത്, അതായിരിക്കും കാണാഞ്ഞതെന്ന് വേദ കള്ളം പറയാണ്. അപ്പം വിക്രത്തിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് വേദ കള്ളം പറഞ്ഞതാണെന്ന്. അങ്ങനെ മേടിച്ചിട്ട് കൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ കൂടെ ഗീവർഗീസേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. നീ എന്താ ഇന്ന് പള്ളിയിലേക്ക് വരുന്നില്ലേ വിക്രം എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ വരുന്നുണ്ട് ഗീവർഗീസേട്ടാ, അത് ഒരു കാര്യമുണ്ട്. അപ്പം ചേട്ടൻ പോകുമ്പം അനിയൻകുട്ടനെ കൂടെ കൊണ്ടുപോകുമോ? പള്ളിയിലേക്ക് ആക്കിയാൽ മതി, ഞാനങ്ങ് എത്തിക്കോളാം എന്ന് പറയുകയാണ്. അതിനെന്താ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം, നീ എത്രയും പെട്ടെന്ന് തന്നെ വരണേ, പള്ളി കുറച്ച് ജോലിയുണ്ട്. അച്ഛൻ ഇന്നും എന്നോട് കുറേ ജോലി പറഞ്ഞേൽപ്പിച്ച്, നീ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്നങ്ങ് തീർക്കാം. ആ ചേട്ടൻ പൊക്കോ, ഞാനങ്ങ് വന്നോളാം എന്ന് നമ്മുടെ വിക്രം പറയുന്നുണ്ട്. അപ്പം വിക്രം മനസ്സിൽ എന്തൊക്കെ ഇങ്ങനെ ഉദ്ദേശിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്ക് ചേട്ടൻ്റെ കൂടെ അനിയൻകുട്ടനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം വിക്രം അവിടെ നിന്ന് ആലോചിക്കുകയാണ്, ആ മാനേജർ ജോബി ഇവിടെ വന്നിട്ട് വേദ ഇവിടെ പോയിരുന്നായിരിക്കും. വേദ എന്തായാലും ഇവിടെ കിടന്ന് അത്രയ്ക്ക് ഉറക്കമൊന്നുമില്ല, ഇവിടെ വന്ന് തട്ടിയാലൊക്കെ വേദ ഉണരും. എന്തോ ഒരു കള്ളത്തരമുണ്ട്, എന്നോട് എന്തോ മറയ്ക്കുന്നുണ്ട്, എന്താണെന്ന് കണ്ടെത്തണം എന്ന് വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ആയാലും വേദയൊന്ന് പോയി കണ്ട് അവിടെ വേദ ജോലി ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിക്രം വിചാരിക്കുകയാണ്. എന്തായാലും എന്താ പ്രശ്നമുണ്ടെന്ന് അത്ര മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ വിക്രം തേയിലത്തോട്ടത്തിലേക്ക് പോകാൻ ഈ സമയത്ത് മേരി ചേച്ചിയുടെ കൂടെ വന്ന് ജോലി തുടങ്ങിയെന്ന്. അപ്പോഴത്തേക്ക് ജോബി വരുന്നുണ്ട്. ജോബിയെ കാണുമ്പോഴത്തേക്ക് വേദ മുഖം മാറ്റുന്നുണ്ട്. അപ്പം ജോബിയാണെങ്കിൽ വേദ എടുത്തിട്ട് വരുന്നുണ്ട്. ഇത്രയും ദിവസം എന്താ വരാഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. അതെനിക്ക് സുഖമില്ലായിരുന്നു. അല്ല, സാധാരണ ഇത്രയും ദിവസമൊക്കെ വരാതിരുന്നു കഴിഞ്ഞാലേ ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് വേദയായതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും പറയാത്തതെന്ന് പറയുകയാണ്. അപ്പം മേരി ചേച്ചി പറയണം, അതറിയാമല്ലോ, ഞങ്ങൾക്കറിയാം സാറേ, പിന്നെ സാറിന് അവളോടൊക്കെ ഒരു ദയവുണ്ടല്ലോ, അതുകൊണ്ടാണ് സാർ ഈ കൊച്ചിനെ പറഞ്ഞു വിടാഞ്ഞെന്ന് എനിക്കറിയാം എന്ന് മേരി ചേച്ചി പറയുന്നുണ്ട്. മേരി ചേച്ചിയും ജോലി ചെയ്യാനൊക്കെ തുടങ്ങിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മാനേജറാണെങ്കിൽ ജോബി ഇങ്ങനെ വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. വേദയാണെങ്കിൽ മുന്നിൽ നിന്ന് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് ജോബി പിന്നെ വേദയുടെ അടുത്തേക്ക് വരികയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുകയാണ്. എന്ത് കാര്യമാണ് പറഞ്ഞതെന്ന് വേറെ ഭയങ്കര ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഭർത്താവ് ഒരു കൊലയാളിയാണെന്നും, ആ കാര്യം ഈ നാട്ടിലുള്ള പലർക്കും അറിയത്തില്ല, എനിക്കറിയാം. അത് ഉള്ളടത്ത് പറയണോ അതോ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണോ എന്നൊക്കെ വേദയാണ് തീരുമാനിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ വേദയോട് ഡിമാൻഡും വെച്ചായിരുന്നു. അത് വേദ സമ്മതിച്ചാൽ നമ്മൾ തമ്മിലൊരു കോംപ്രമൈസിലങ്ങ് പോവും എന്ന് ജോബി പറയുകയാണ്. അപ്പം വേദ പറയാണ്, അതിന് എന്നെ കിട്ടത്തില്ല, അതിന് സാറേ വേറെ ആളെ നോക്കിയാൽ മതി, തനിക്ക് നാണമില്ലോടോ എന്നോട് ഇങ്ങനെയൊക്കെ പറയാമെന്ന് ചോദിക്കുകയാണ്. അപ്പം ജോബി പറയാണ്, നല്ല പുള്ളിയൊന്നും ചെമ്മീണ്ട, നീ ആ കൊലയാളിയുടെ ഭാര്യ തന്നെയല്ലേ, അപ്പം നീയും എന്തുമാത്രം അധപ്പതിച്ചിരിക്കും എന്ന് എനിക്ക് ചിന്തിക്കാന്നേ ഉള്ളെന്ന് പറയാണ്. പിന്നെ എൻ്റെ മുന്നിൽ വലിയ ആളൊന്നും ചെമേണ്ട എന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, തനിക്ക് എന്തറിയാം, താനേ കളിക്കുന്നത് ആരോടാണെന്ന് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ എനിക്കറിയാം ഒരു കൊലയാളിയുടെ ഭാര്യയാണെന്ന്. ഞാനാണോടോ തീരുമാനിക്കുന്നത് എൻ്റെ ഭർത്താവ് കൊലയാളിയാണോ അല്ലയോ എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പം ജോബി പറയാണ്, ഞാനല്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആ ഒരു രീതിയിലാണ് ഫോട്ടോയൊക്കെ വന്നേക്കുന്നത്. പിന്നെ നിങ്ങളിവിടെ ഉണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ഞാനൊന്ന് അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ ആ വീഡിയോ ഇട്ടവരെന്ന് അറിയിച്ചാൽ മതി, അവരിവിടെ പാഞ്ഞെത്തിക്കോളൂ, ബാക്കി കാര്യം അവർ നോക്കിക്കോളൂ എന്ന് ജോബി പറയാണ്. അതുകൊണ്ടാണ് നമുക്കൊരു കോംപ്രമൈസിലങ്ങ് പോവാമെന്ന് പറഞ്ഞത്. അപ്പം വേദ പറയാണ്, ഒരു തരത്തിലും തൻ്റെ കോംപ്രമൈസ് എൻ്റെ അടുത്ത് നടക്കത്തില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ജോബിയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞ് വേദയെടുത്ത് സംസാരിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അങ്ങനെ വേദയുടെ കൈ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിൽ കൈ തട്ടി മാറ്റുവാണ്. ഈ സമയത്താണ് ഇത് കണ്ടുകൊണ്ടാണ് വിക്രം അങ്ങോട്ട് വരുന്നത്. വിക്രത്തിന് ആകെപ്പാടെ ദേഷ്യം വന്നിട്ട് വിക്രം
ഇങ്ങോട്ട് വന്നിട്ട് ജോബി എടുത്തിട്ട് അങ്ങ് പഞ്ഞിക്കിടിയാണ്. എന്താടാ നീ എൻ്റെ ഭാര്യയെ കയറി തൊടുന്നോടാ എന്നും ചോദിച്ചുകൊണ്ട് ജോബി ഇടിച്ചങ്ങ് പരത്തുന്നുണ്ട്. വേദയാണെങ്കിൽ ആകെപ്പാടെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ തോട്ടത്തിലുള്ള ജോലിക്കാരെല്ലാം ഓടി വരുന്നുണ്ട്. എന്നിട്ട് വിക്രം ജോബിയെ എടുത്ത് പഞ്ഞിക്കിടിയാണ്. നീ എൻ്റെ ഭാര്യയുടെ കൈ കയറി പിടിക്കാൻ നിനക്ക് എന്താടാ കാര്യം എന്ന് ചോദിക്കുകയാണ്. നിനക്ക് നാണമില്ലേ വേറെ സ്ത്രീയെ കയറി കൈ കയറി പിടിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് ജോബി എടുത്ത് പഞ്ഞിക്കിടിയാണ്. വേദയാണെങ്കിൽ എങ്ങനെയൊക്കെയോ വിക്രത്തെ പിടിച്ചു മാറ്റുകയാണ്. വിക്രം മാറ് വിക്രം എന്നും പറഞ്ഞിട്ട് പിടിച്ചു മാറ്റുകയാണ്. എങ്ങനെയൊക്കെയോ വേദയാണെങ്കിൽ വിക്രത്തെ പിടിച്ചോണ്ടെങ്കിൽ പോരുകയാണ്. അപ്പോഴത്തേക്ക് ജോബിയുടെ കാര്യത്തിലൊരു തീരുമാനമാണ്. ജോബിയെ ഇടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ട്. പക്ഷേ വിക്രത്തിനാണെങ്കിൽ ദേഷ്യം അടങ്ങുന്നില്ല. വിക്രം വീണ്ടും ചെല്ലിയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വേദയാണെങ്കിൽ വിക്രത്തെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. മേരി ചേച്ചി പറയുന്നുണ്ട്, പിടിച്ചോണ്ട് പോകാൻ മോളെ, ആ കൊച്ചിനെയും പിടിച്ചോണ്ട് പോകാൻ പറയുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തെയും പിടിച്ചോണ്ടെങ്കിൽ പോരുകയാണ്. അപ്പോഴത്തേക്ക് ജോബിക്ക് എണീക്കാൻ പോലും വയ്യ. പിന്നെ അവിടെയുള്ള തൊഴിലാളികളെല്ലാം കൂടെ ജോബിയെ പിടിച്ച് എണീപ്പിക്കുകയാണ്. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അപ്പോഴൊക്കെ ജോബിയുടെ മനസ്സിൽ വിക്രത്തിനുള്ള ദേഷ്യമാണ്. എങ്ങനെയെങ്കിലും വേദയും വിക്രത്തിനെയും കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ ജോബിക്കുടെ മനസ്സിൽ. അങ്ങനെ നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ് ജോബിക്കിനി കൊള്ളാൻ വേറൊരു സ്ഥലമില്ല. ആ പരുവത്തിലാക്കിയിട്ടുണ്ട് വിക്രം. അങ്ങനെ വിക്രത്തെയും പിടിച്ചുകൊണ്ട് നേരെ വേദ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണെങ്കിൽ വിക്രത്തിന് നല്ല ദേഷിച്ച് വേദയെടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ കാര്യം കൊണ്ടാണ് നീ കുറേ ദിവസം കൊണ്ട് ജോലിക്ക് പോകാൻ നിനക്ക് വെയ്യാന്ന് പറയുന്നത് അല്ലേ? അത് എന്നോട് പറയണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, ഇതാണ് വിക്രം ആലോചിക്കത്തില്ല, മുന്നും പിന്നും ആലോചിക്കാതെ എടുത്ത് ചാടത്തില്ല. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറയാണ്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ ഭാര്യയുടെ കൈ കയറി പിടിക്കുന്നവനെ വെറുതെ വെച്ചേക്കാൻ എനിക്ക് പറ്റത്തില്ല. നീ പിടിച്ചോണ്ട് വന്നോണ്ടാ, അല്ലെങ്കിൽ അവനെ ഇന്നത്തോടെ ഞാൻ ശരിയാക്കിയേനെ എന്ന് വിക്രം പറയുകയാണ്. വേദയാണെങ്കിൽ വിക്രത്തെ സമാധാനിപ്പിക്കുകയാണ്. ഒന്ന് അടങ്ങ് വിക്രം എന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്.